കിട്ടുന്നുണ്ട്. അപ്പം അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ആദ്യ സമയങ്ങളിൽ എന്നെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചിരുന്ന ഒരു കാര്യമാണത്. അയ്യോ ഇവരാരും എന്നോടൊന്നും ചോദിക്കുന്നില്ലല്ലോ. കാരണം നമ്മൾ ഇപ്പോൾ ട്രിവാൻഡ്രത്ത് വരുമ്പോഴാണെങ്കിൽ പോലും നമ്മളറിയാവുന്നവർ കണ്ടാൽ ഓടി വന്ന് ചോദിക്കും. അപ്പം ആ ഒരു ഇത് എനിക്ക് നാട്ടിൽ നിന്ന് കിട്ടാഞ്ഞപ്പോൾ ആദ്യം ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷെ ഇപ്പം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ അത് മാറി. കാരണം നമ്മളെ ഇഷ്ടപ്പെടുന്നവരാണല്ലോ നമ്മളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ടത്. സോ അതിപ്പം ഭയങ്കരമായിട്ട് കിട്ടുന്നുണ്ട്. അവരുടെ ഭാഗത്തുനിന്ന് ആലോചിക്കുമ്പോൾ അവർ വിചാരിക്കും നമ്മുടെ ഇടയിൽ ഇത്രയും നിന്ന ആളോ സിനിമയിലോട്ട് പോയി, ഇനിയിപ്പോൾ എങ്ങനെയായിരിക്കും തിരിച്ചുള്ള പ്രതികരണം. അതെ, ചിലപ്പോൾ അതുകൊണ്ടും തിരിച്ച് നല്ല പ്രതികരണം കിട്ടിയത് കൊണ്ടായിരിക്കാം ഇപ്പം എന്നോട് സ്നേഹം. ഇപ്പം ഭയങ്കര കാര്യമാണ്. നമുക്കതാണ് വേണ്ടത്. കാരണം നമ്മൾ നിൽക്കുന്ന സ്ഥലത്തെ ആൾക്കാർ നമ്മോടൊപ്പം ഇല്ലെങ്കിൽ ബാക്കി പിന്നെ എന്ത് കിട്ടിയിട്ടും കാര്യമില്ല. ഡയമണ്ട് നെക്ലസ് ആദ്യമായിട്ട് തിയേറ്ററിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ടാണോ പോയത്? അമ്മയുടെ അച്ഛൻ്റെ കൂടെയാണോ പോയത്? അമ്മയായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. ബാക്കി പിന്നെ ഡയമണ്ട് നെക്ലേസിൻ്റെ ടീമാണ് ഉണ്ടായിരുന്നത്. ഞങ്ങളെല്ലാവരും പ്രൊമോഷന് വേണ്ടിയിട്ട് എറണാകുളത്തായിരുന്നു ഉണ്ടായിരുന്നത്. കൂടെ അഭിനയിച്ച് ഗൗതമിയുടെ അമ്മ, എൻ്റെ അമ്മ, ലാൽ ജോസ് സാറ്, ബാക്കി ടീം മെമ്പേഴ്സ് മിക്കുള്ളവരും ഉണ്ടായിരുന്നു. സംവൃത ചേച്ചി ഉണ്ടായിരുന്നില്ല. കാരണം അന്ന് മല്ലു സിംഗും ഡയമണ്ട് നെക്ലേസ് ഒരു ദിവസമാണ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ അത് കാണാനായിട്ട് ആദ്യം പോയി. അപ്പം ബാക്കി ടീമെല്ലാം കൂടിയാണ് ഞങ്ങളിരുന്ന് കണ്ടത്. എനിക്കിപ്പോഴും ഉണ്ട്. കാരണം സിനിമേൻ്റെ പകുതിയാകുമ്പോൾ മാത്രമേ ഞാൻ വരുന്നുള്ളൂ. അപ്പം എൻ്റെ ഭാഗം ആവാറായപ്പോൾ മുതൽ പേടിയായി തുടങ്ങി. അയ്യോ എന്താണ്, കാരണം എനിക്കറിയാം എൻ്റെ പോർഷൻസ് കുറച്ച് ചിരി ഉണ്ടാക്കുന്നതാണ്, കോമാളിത്തരാണ് എന്നറിയാം. അപ്പോൾ പക്ഷേ ഇപ്പം അതിൽ ഏറ്റവും ഇപ്പോഴും ആൾക്കാർ പറയുന്നത് ഒരു ഡയലോഗാണ്, അരുണേട്ട ഐ മിസ് യു എന്ന് പറഞ്ഞത്. അപ്പം പക്ഷെ ഷൂട്ട് നടക്കുന്ന സമയത്ത് ഞാൻ അരുണേട്ട ഐ മിസ് യു പറയുമ്പോൾ ഫഹദ് പിന്നീട് അവിടെ ചെയ്തിട്ടുള്ള എക്സ്പ്രഷൻ ഒന്നും എനിക്കറിയില്ല. അപ്പം ഞാൻ വിചാരിക്കുന്ന ഓക്കെ ഇഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും ഫോൺ കട്ട് ചെയ്യാന്നാണ്. അപ്പം ഇതെല്ലാം കഴിഞ്ഞ് സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് റിയാക്ഷൻസ് തിയേറ്ററിൽ ഇരുന്നാണ് ഞാൻ കാണുന്നത്. എനിക്ക് ആകെ സങ്കടമായി പോയി. ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തിട്ട് എന്നെ വെറുതെ പുച്ഛിച്ച് തള്ളുമായിരുന്നല്ലോ എന്ന് ഓർത്തിട്ട്. പക്ഷെ എനിക്ക് തന്നെ തോന്നി തിയേറ്ററിൽ എൻ്റെ പോർഷൻസ് വരുമ്പോൾ ഒരു ഇളക്കം, അല്ലെങ്കിൽ ഒരു തീർച്ചയായിട്ടും. കാര്യം നമ്മൾക്ക് അതല്ലാതെ അരുണേട്ട ഐ മിസ് യു ടു എന്ന് പറഞ്ഞാൽ തീർന്നില്ലേ, അവിടെ പിന്നെ കലാമണ്ഡലം ഇല്ല. തീർച്ചയായിട്ടും. അപ്പം അത് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു. കാരണം എപ്പോഴും ലാൽ സാർ എൻ്റെ അടുത്ത് സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഇതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞിരുന്നു, എപ്പം നിന്റെ ക്യാരക്ടർ വരുന്നോ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ചെലങ്കയുടെ സൗണ്ട് ഇങ്ങനെ കൊടുക്കും എന്ന് പറഞ്ഞിരുന്നു. കാരണം കലാമണ്ഡലമാണല്ലോ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ സിനിമയിൽ ആദ്യമായിട്ട് തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ എൻ്റെ സീൻസ് വരുമ്പോഴത്തേക്ക് എൻ്റെ അടുത്തിരുന്നവരൊക്കെ പറയാൻ തുടങ്ങി, ഇപ്പം എന്തെങ്കിലും കാണും കോമാളിത്തരം. അപ്പൊ അത് കേൾക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് സന്തോഷം. ഓക്കെ, അല്ല അപ്പുറത്തുള്ളവരൊക്കെ അറിഞ്ഞോ? അപ്പം ഇല്ല, എന്നെ മനസ്സിലായിട്ടേ ഉണ്ടായിരുന്നില്ല. കാരണം അതില് സാരി ഉടുത്ത് ലോങ് ഹെയർ ഒക്കെ ആയിരുന്നു. ആ സമയത്ത് ഞാൻ ഹെയർ കട്ട് ചെയ്തിരിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ. ഇത്ര പോലും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ഇറങ്ങി വരുന്നതായിട്ട് ആർക്കും മനസ്സിലായിട്ടില്ല. പക്ഷെ ഗൗതമീനെ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം സെക്കൻഡ് ഷോ അവൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അപ്പം എൻ്റെ അടുത്ത് നിന്ന് കാര്യം പറഞ്ഞിട്ട് പോലും എന്നെ മനസ്സിലാവാത്ത ആൾക്കാരുണ്ട്. ഞാൻ അന്നേരം മിണ്ടാണ്ട് തന്നെ നിന്നിട്ടുള്ളത്. പിന്നീട് എൻ്റെ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടു തുടങ്ങിയതിന് ശേഷമാണ് ഓക്കെ ഈ കുട്ടി ഇങ്ങനെയാണ് എന്ന ആൾക്കാർക്ക് മനസ്സിലായി. അതുകൊണ്ട് ഒരു പിയർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഫ്രണ്ട്സ് ഒക്കെ എവിടെയാണ്? അവിടെയാണോ, പുനലൂരാണോ? എല്ലായിടത്തും എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്. ഫ്രണ്ട്സ് എനിക്ക് തോന്നുന്നു സിനിമയിൽ ഒരു ഫ്രണ്ട് സർക്കിൾ ഇല്ല. കൂടെ അഭിനയിച്ചിരിക്കുന്ന എല്ലായിടത്തും കമ്പനി ഉണ്ട്, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കുന്നല്ലാണ്ട് സിനിമയിൽ അങ്ങനെ ഒരു സർക്കിൾ ഓഫ് ഫ്രണ്ട്സ് എനിക്കില്ല. പക്ഷെ അല്ലാണ്ട് എനിക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പോൾ ട്രിവാൻഡ്രത്താണെങ്കിലും ഞാൻ പഠിച്ചെടുത്താണെങ്കിലും നാട്ടിലാണെങ്കിലും എവിടെ പോയാലും സിനിമയിലല്ലാത്ത ആൾക്കാർ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ എത്രത്തോളം ആക്റ്റീവാണ്? ഒരുപാട് അങ്ങനെ ഇല്ല. എനിക്കിപ്പം ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അതിലെപ്പോഴും ഇരുന്ന് ചാറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഓക്കെ ഞാൻ ഉണർന്നു ഞാൻ ഉറങ്ങി, അതിനോട് താല്പര്യമില്ല. ബട്ട് ഞാൻ ഉണർന്നു ഞാൻ ഉറങ്ങി എന്ന് പറയുന്നതിനപ്പുറം ഈവൻ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടും ഫേസ്ബുക്ക് ഉപയോഗിക്കാം. ഈവൻ അത് എനിക്ക് തോന്നിയിട്ടുണ്ട് എത്രത്തോളം അത് ശരിയാണെന്ന്. ഇല്ല, കുറേയൊക്കെ നല്ലതാണ്. കാരണം എനിക്ക് തോന്നുന്നു നെഗറ്റീവ് നല്ല രീതിയിൽ കൂടുതലുണ്ട്. കാരണം ഇപ്പം ആൾക്കാർ എന്ത് ഫേസ്ബുക്കിൽ വന്നാലും അത് വിശ്വസിക്കുന്ന ഒരു കാലമായിട്ട് മാറിയോ എന്നൊരു സംശയമുണ്ട്. കാരണം ഫേസ്ബുക്കിൽ ഇപ്പോൾ ഒരു കാര്യം എഴുതിയിട്ടുണ്ടെങ്കിൽ ഓക്കെ അതാണ് സത്യം എന്ന് വിചാരിക്കുന്ന ഒരാൾക്കാരാണ് ഇപ്പോൾ കൂടുതൽ. കാരണം എനിക്കൊന്ന് പത്രം വായിക്കുന്നതിനെക്കാട്ടിലും ന്യൂസ് കാണുന്നതിനെക്കാട്ടിലും അതെനിക്ക് തോന്നുന്നു വെച്ചാൽ മനുഷ്യരുടെ മടിയാണ്. പത്രം വായിക്കണം, ആ വായനാശീലം വളർത്തിയെടുക്കുന്നതിൻ്റെ ഭാഗമായി നമ്മൾ കണ്ടൊരു അതൊരു പാരമ്പര്യമായി നടക്കണം. വീട്ടിൽ അച്ഛൻ പത്രം വായിക്കുന്നു, അത് കഴിയുമ്പോൾ മക്കൾ, അതൊരു ശീലമാണ്. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ നെറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ പിന്നെ നമുക്കങ്ങ് കിട്ടുവാണ് ഇൻഫർമേഷൻസ്. അതെ, പക്ഷെ അതാണ് അതിലപ്പോൾ എന്ത് എഴുതി വെച്ചാലും ആൾക്കാർ അതേ വിശ്വസിക്കുന്നു എന്നൊരു കാലഘട്ടം. ഇപ്പം എന്നെ പറ്റിയാണെങ്കിൽ പോലും ഇപ്പോൾ ഒരു നെഗറ്റീവ് എന്നെ പറ്റി ഫേസ്ബുക്കിൽ വന്നിട്ടുണ്ടോ അതാണ് സത്യം. അതിൻ്റെ പുറകിലുള്ള യഥാർത്ഥ സത്യം എന്തെന്ന് ആരും അന്വേഷിക്കാൻ പോകുന്നില്ല. ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ചുറ്റും പോവാണ്.
പിന്നീട് ചിലപ്പം സത്യം അതായിരിക്കണം എന്നില്ല, പക്ഷെ പത്രത്തിൽ ചിലപ്പോൾ ഒരു പക്ഷെ സത്യമായിരിക്കും വരണത്, പക്ഷെ ഫേസ്ബുക്കിലെ വന്നാലേ വിശ്വസിക്കും. നമ്മുടെ സിനിമയാണെങ്കിൽ പോലും സിനിമ തിയേറ്ററിൽ റിലീസ് ആവുന്നതിന് മുമ്പേ അതിനെപ്പറ്റി എഴുതി ആ സിനിമേനെ ഇല്ലാതാക്കുവാണ്. അതേപോലെ എല്ലാ പത്രവാർത്തകളും വിശ്വസിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതുമില്ല. സിനിമ ഇപ്പൊ ഇറങ്ങുന്നത് കാത്തിരിക്കുകയാണ്, അതിനെപ്പറ്റി എഴുതി അത് കണ്ട് സിനിമ കാണാൻ പോകുന്ന ഒരു ഭാഗം ആൾക്കാരുണ്ട്. ഓക്കെ, ഫേസ്ബുക്കിൽ റിവ്യൂസ് നോക്കിയിട്ട് സിനിമ കാണാൻ പോവാം എന്ന് വിചാരിക്കുന്ന ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും സിനിമ കാണുന്നതിന് മുമ്പ് ആ ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട് അത് കൊള്ളൂലെന്നാണ് റിവ്യൂസ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് പോകുന്നില്ല എന്ന് പറയുന്ന ആൾക്കാർ ശരിക്കും. പിന്നെ തീർച്ചയായിട്ടും ഒരു ടീം വർക്കിനെ ഒരു ഇതും സിനിമയെ പറ്റി ഒന്നും അറിയാത്ത ആൾക്കാരായിരിക്കും എഴുതിയിരിക്കുന്നത്. അത് മാത്രമല്ല, ചിലപ്പോൾ മുഴുവനായി സിനിമ കണ്ട ആൾക്കാരായിരിക്കില്ല. നെഗറ്റീവായ കാര്യങ്ങൾക്കും അല്ലാതെ പോസിറ്റീവായിട്ട് എങ്ങനെ ഉപയോഗിക്കാം? വരുന്ന സമയത്ത് എല്ലാം പോസിറ്റീവാണ്. കമ്പ്യൂട്ടർ വന്ന സമയത്ത് എല്ലാം വളരെ പോസിറ്റീവാണ്. ഈ ആൾക്കാർ ജനങ്ങളാണ് അതിൽ എന്തൊക്കെ നെഗറ്റീവ് കൊണ്ടുവരാമോ അതെല്ലാം പിന്നീട് കൊണ്ടുവന്ന് എത്രത്തോളം ആൾക്കാരെ വെറുപ്പിക്കുക. അനുശ്രീ ഒരു നാട്ടിൻപുറത്ത് വന്ന കുട്ടിയാണ്, പ്രത്യേകിച്ചും സിനിമ ഇറ്റ്സ് എ വാസ്റ്റ് വേൾഡ് ആൻഡ് യു നോ വളരെ ഇമാജിനറി ഗ്ലാമറസ് വേൾഡാണ്. അപ്പം ഗോസിപ്പിനെയൊക്കെ എത്രത്തോളം പേടിയുണ്ട്? പേടിയുണ്ട് പക്ഷെ ആദ്യത്തെ സമയത്തൊക്കെ ഡയമണ്ട് നെക്ലേസ് കഴിഞ്ഞു ആ സമയത്തൊക്കെ ഭയങ്കര പേടിയുണ്ടായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഡയമണ്ട് നെക്ലേസ് കഴിഞ്ഞ സമയത്ത് 2 ദിവസം കൂടുമ്പോൾ ഞാൻ ലാൽ സാറിനോട് ചോദിക്കുമായിരുന്നു, സാർ എന്നെപ്പറ്റി എന്തെങ്കിലും കേട്ടോ, ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് ഞാൻ ചോദിക്കുമായിരുന്നു. ലൊക്കേഷനിൽ ആരെങ്കിലും പറയുന്നുണ്ടോ, എനിക്ക് ഭയങ്കര ജാടയാണ്. കാരണം അങ്ങനെ വരെ ചെറുതായിട്ട് ചിന്തിക്കുന്ന കുട്ടിയാണ്. കാരണം കമ്മൂഞ്ചേരിന്ന് ജസ്റ്റ് വന്നിട്ടേ ഉള്ളൂ സിനിമയിലോട്ട്, അതെ ജസ്റ്റ് ലാൻഡഡ്. അപ്പൊ 2 ദിവസം കൂടുമ്പോൾ ഞാൻ ചോദിക്കും, ആരെങ്കിലും ക്രൂ മെമ്പേഴ്സ് പറഞ്ഞോ ഞാൻ പന്നലായിട്ട് അഭിനയിക്കുന്നത്, ഇങ്ങനെ ചോദിക്കുമായിരുന്നു. സാർ ഒരു 2 ദിവസമല്ലേ ആയിട്ടുള്ളൂ, ഒന്നും പറഞ്ഞു തുടങ്ങിയിട്ടില്ല എന്നിങ്ങനെ പറയും. സാറ് മിക്കവാറും വിചാരിച്ചിട്ടുണ്ടോ എന്ത് പൊട്ട കുട്ടിയാന്ന് വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ എനിക്കറിയത്തില്ല എന്താണ് സംഭവം എന്നുള്ളത്. പിന്നീട് ഓക്കെ വന്നു, 2-3 പടങ്ങളായപ്പോൾ മുതൽ ഓക്കെ അറിയാൻ തുടങ്ങി. കാരണം നമ്മൾക്കറിയാവുന്ന സംഭവങ്ങൾ, നമ്മൾ കണ്ടിട്ടുള്ള സംഭവങ്ങൾ പുറത്തുനിന്ന് വേറൊരാൾ പറയുമ്പം എങ്ങനെയാണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലായി തുടങ്ങി. അപ്പം എൻ്റെ കണ്ണിന് നേരിട്ട് കണ്ട ഞാൻ സത്യാവസ്ഥ നമുക്ക് അതെ എൻ്റെ കണ്ണിൽ ഞാൻ കണ്ടിട്ടുള്ള സംഭവങ്ങൾ മറ്റൊരാൾ വഴി ഞാൻ അറിയുന്ന രീതി വേറെയാണെന്നുള്ളത് നമ്മൾ സ്വന്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പം നമ്മുടെ അടുത്ത് എന്തെങ്കിലും വന്ന് എൻ്റെ അടുത്ത് ചിരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി വേറൊരാളെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ മറ്റുള്ളവരുടെ അടുത്ത് പോകുമ്പം എന്നെ പറ്റിയും അതേപോലെ തന്നെ കുറ്റം പറയും. അപ്പം എല്ലാവരുടെയും മുമ്പിൽ സിനിമയിൽ എപ്പോഴും നമ്മൾ എല്ലാവരുടെയും മുമ്പിൽ ചിരിച്ചുകൊണ്ടിരിക്കുക, ആരെ പറ്റി ഒന്നും പറയാണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. ആരെന്ത് പറയുന്നോ കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ അമ്മ എപ്പോഴും പറയും, ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നീ ചിരിച്ച് കേട്ടോണ്ടിരിക്കുക, തിരിച്ച് ഒരു മറുപടിയും പറയാൻ പോകരുത്. അത് ശരിയാന്ന് പറഞ്ഞോ തീർന്നു. എങ്കിലും അതുകൊണ്ട് തന്നെയാണ് ഞാൻ സിനിമയിൽ ഒരു ഓക്കെ അവൾ എൻ്റെ ഭയങ്കര കൂട്ടുകാരിയാ അല്ലെങ്കിൽ ഇന്ന ആളെൻ്റെ ഭയങ്കര ഫ്രണ്ടാണെന്നൊക്കെ പറഞ്ഞാലും ഈവൻ അഭിനയം ഓൺ സ്ക്രീനാണ്, ഓഫ് സ്ക്രീൻ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ മനുഷ്യരാണ്, എവിടേക്കോ നമ്മുടെ കൺട്രോൾ പോവും. ഈവൻ ചിലപ്പോൾ നമ്മൾ അറിയാതെ അഭിപ്രായം പറഞ്ഞു പോകും. പക്ഷെ അത്രത്തോളം അപകടകരമാണ്? ഇല്ലല്ലോ, ഒരിക്കലും അപകടകരമൊന്നുമില്ല. ഏത് ഫീൽഡിലാണ് അപകടിച്ചില്ല? ഇല്ല, ഒരിക്കലും ഇല്ല. ഏത് ഫീൽഡിലാണ് ഇപ്പൊ സിനിമ എന്ന് ഞാൻ പറഞ്ഞതുപോലെ ആദ്യം പറഞ്ഞതുപോലെ എൻ്റെ നാട്ടിൽ നിന്ന് ഞാൻ സിനിമയിലേക്ക് വരുന്നെന്ന് പറഞ്ഞപ്പോൾ അവള് സിനിമയിലേക്കോ എന്നൊരു ആറ്റിറ്റ്യൂഡ് വരണമെന്നുണ്ടെങ്കിൽ സിനിമയെ പറ്റിയാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ പറയുന്നത് എന്ന് അപ്പൊ അവരോട് ചോദിക്കാം വേറെ ഫീൽഡിൽ എന്താണ്. അല്ല, സിനിമയിലുള്ള ആൾക്കാരെ സിനിമ എന്ന് പറഞ്ഞാൽ യുനോ പബ്ലിസിറ്റിയുടെ എക്സ്ട്രീം ലെവലാണ്. അപ്പം ഒരാളെക്കുറിച്ച് ഇപ്പോൾ സിനിമയിലെ ഒരാളെക്കുറിച്ച് പറഞ്ഞാൽ എവ്രിബഡി നോസ്. നേരെ മറിച്ച് സാധാരണക്കാരായ ഒരു ഗോപാലശ്രീനെ കുറിച്ചോ കാർത്തികൻ ചേച്ചിയെ കുറിച്ചോ ഒന്നും പറഞ്ഞാൽ ആർക്കും അറിയില്ല. അതാണ് ഞങ്ങളെപ്പോലുള്ളവർ നമ്മൾ എപ്പോഴും പറയില്ല, എന്ത് കാര്യം നടന്നാലും അതിനെ പോസിറ്റീവായിട്ട് കാണുക എന്ന് പറയും. ഇപ്പം പറയും നമ്മളിപ്പോൾ എപ്പോഴും പറയും ശത്രുക്കൾ ഉണ്ടാന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കേണ്ട പോസിറ്റീവായിട്ട് എടുക്കേണ്ട കാര്യം ഓക്കെ ഞാൻ എന്തോ ആയിട്ടാണ്, എനിക്കൊരു സ്ഥാനം ഉണ്ടായിട്ടാണ് എനിക്ക് ശത്രു ഉണ്ടായത്. ഞാനൊരു സാധാരണക്കാരിയാണെങ്കിൽ എനിക്ക് ശത്രുക്കൾ ഉണ്ടാകേണ്ട കാര്യമില്ല. എന്നെപ്പറ്റി ആരെങ്കിലും ഗോസിപ്പ് പറയുന്നുണ്ടെങ്കിൽ ഓക്കെ 4-5 പേര് എന്നെ അറിയുന്നുണ്ട്, അതെനിക്ക് ദൈവം സഹായിച്ചു തന്നൊരു പൊസിഷനാണ്. സോ എന്നെ അറിയാവുന്നത് കൊണ്ടല്ലേ അവർ പറയുന്നത്, അവർ പറയട്ടെ, എനിക്ക് സത്യാവസ്ഥ അറിയാമല്ലോ എന്താണെന്ന്. ഈ ഒരു തോട്ട് ലെവലിൽ എത്താൻ എത്ര കാലം എടുത്തു? അതെനിക്ക് തോന്നുന്നു സിനിമയിൽ വന്നതിന് ശേഷമായിരിക്കും. കാരണം കമ്മൂഞ്ചേരി ഇരിക്കുന്ന ഞാനിത് ആലോചിക്കേണ്ട കാര്യമില്ല, അവിടെ ഇരിക്കുന്നവർ എന്നെ ചിലപ്പോൾ ഒന്നും പറയാനും പോകുന്നില്ല. സോ ഇവിടെ വന്നതിന് ശേഷമായിരിക്കാം ഇങ്ങനത്തെ സംഭവങ്ങൾ കണ്ടതിന് ശേഷം നമുക്കുണ്ടായ അറിവായിരിക്കും. സ്പോർട്സിൽ നിന്ന് ആർട്സിലോട്ടാണ് വന്നത്, ഡാൻസും അധികം പഠിച്ചിട്ടില്ല. അപ്പോൾ ഇത്തരം ഒരു അഭിനയത്തിലുള്ള ഒരു റിയാലിറ്റി ഷോ അതിനുള്ളൊരു കോൺഫിഡൻസ് ലെവൽ എങ്ങനെ കിട്ടി? എനിക്കത് ഇപ്പോഴും അറിയില്ല. കാരണം ചില ഇൻ്റർവ്യൂസിലൊക്കെ ആദ്യം അവർ ചോദിക്കാറുണ്ട് ഫാമിലിയിൽ നിന്ന് ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ. എൻ്റെ ഫാമിലിയിൽ നിന്ന് ആരുമില്ല, കലാപരമായിട്ട്
ഒന്നും ഇപ്പം നാടകത്തിൽ അഭിനയിച്ചു. എൻ്റെ അമ്മയുടെ ഏതോ ഒരു കസിൻ മാത്രം പണ്ട് ഏതോ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, ഇപ്പോഴും കോമഡിയൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് മാത്രമേ എനിക്കറിയുള്ളൂ. അല്ലാണ്ട് ഒരു അമ്മൂമ്മ അപ്പൂപ്പൻ അല്ല അങ്ങനത്തെ ഒരു കുടുംബ ആൾക്കാരും എനിക്കുണ്ടായിട്ടില്ല. ഈ ഒരു റിയാലിറ്റി ഷോൻ്റെ കാര്യം പറഞ്ഞപ്പോൾ കൂടി എൻ്റെ ഒരു ഫ്രണ്ടാണ് വിളിച്ച് പറഞ്ഞത് സൂര്യ ടി വിയിൽ ഇങ്ങനെ ഒരു റിയാലിറ്റി ഷോ നടക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ പോലും ഞാൻ പോലും ചോദിച്ചത് അതിന് എനിക്ക് അഭിനയിക്കാൻ അങ്ങനെ അറിയില്ലല്ലോ. ഞാൻ ആങ്കറിങ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് നമ്മൾ സ്ക്രിപ്റ്റ് പഠിക്കുന്നു, ക്യാമറേൻ്റെ മുമ്പിൽ പോയി പറയുന്നു എന്നല്ലാണ്ട് അഭിനയിക്കുന്നതിന് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ നീ വന്ന് നോക്ക് ചെയ്യാലോ എന്നാണ് പറഞ്ഞത്. ആ ഒരു ഓക്കെ അവരിങ്ങനെ ഒന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് ഞാൻ എറണാകുളത്തേക്കാണ് പോകേണ്ടത്. ആ വന്നു കഴിഞ്ഞ് ഫസ്റ്റ് ഷോ എപ്പിസോഡ് കഴിഞ്ഞു, പക്ഷെ പിന്നീട് അനുശ്രീ ഇട്ട ഒരു ഹാർഡ് വർക്ക് എങ്ങനെയായിരുന്നു? ഇല്ല, ആദ്യത്തെ എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ മുതൽ എനിക്കൊന്ന് ഞങ്ങൾ റിയാലിറ്റി ഷോയിൽ ഒരു 9 കണ്ടസ്റ്റൻസ് ആണ് ഉണ്ടായിരുന്നത്. ആദ്യത്തെ എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ മുതൽ അന്നും ഫേസ്ബുക്ക് അന്നുണ്ടപ്പം ഇവർ സൂര്യ ടി വി നമ്മുടെ ഓരോ എപ്പിസോഡ്സ് കഴിയുമ്പോഴത്തേനും അതിൽ അപ്ലോഡ് ചെയ്യും. സോ കമൻസ് നമുക്ക് അറിയാൻ കഴിയും. അതിലേറ്റവും കൂടുതൽ ആദ്യത്തെ എപ്പിസോഡ് കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും എന്നെപ്പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല കാര്യം, അതിൽ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ റൗണ്ട് കഴിഞ്ഞതിന് ശേഷം ലാൽ ജോസ് സാറുണ്ട്. അപ്പോൾ ഓരോ പെർഫോമൻസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലാൽ സാറുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. സാറ് ചോദിച്ചു ഓക്കെ, അന്ന് ഞാൻ ഡിഗ്രി ജസ്റ്റ് ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ സാറ് ചോദിച്ചു ഓക്കെ ഞാൻ അപ്പം സിനിമേൻ്റെ റിയാലിറ്റി ഷോൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ആരാണോ വിൻ ചെയ്യുന്നത് അതായിരിക്കും ലാൽ ജോസ് സാറിൻ്റെ. ആ ഒരു റിയാലിറ്റി ഷോയുടെ ഒരു ഏറ്റവും വലിയ അട്രാക്ഷൻ അതായിരുന്നു, ഹെഡ്ലൈൻ അതായിരുന്നു. അതെ, കാരണം ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു റിയാലിറ്റി ഷോ നടക്കുന്നത്. അപ്പം അങ്ങനെ വന്നതല്ലേ, ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഞാൻ നായികയാക്കുന്നില്ല, എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ആദ്യമായിട്ടാണ് ലാൽ ജോസ് സാറിനെ അന്ന് കാണുന്നത്, ഒരു പരിചയമില്ല. ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് പറഞ്ഞു ഈ 1 വർഷം ഉണ്ടല്ലോ ഈ റിയാലിറ്റി ഷോ, സാറ് മാത്രമല്ലല്ലോ സംവിധായകരുള്ളത്, വേറെ സംവിധായകരും എന്നെ കാണും, അവരാരെങ്കിലും എന്നെ വിളിച്ചോളും. ഇങ്ങനെയാണ് ഞാൻ മറുപടി പറഞ്ഞത്. ഇതേപോലെ സാറപ്പം എണീറ്റ് നിന്ന് എന്നെ സല്യൂട്ട് ചെയ്തു. അപ്പം അത് ഭയങ്കര ക്ലിക്കായി. അയ്യോ ലാൽ ജോസ് സാറിനെ എണീറ്റ് അവൾ സല്യൂട്ട് ചെയ്യിപ്പിച്ചു, അങ്ങനെ മറുപടി പറഞ്ഞു എന്നിട്ട് ആ ഒരു ആറ്റിറ്റ്യൂഡ് കാരണം അന്ന് എനിക്ക് കുറേ ഫാൻസ് ഉണ്ടായി. അപ്പോൾ അത് പറയാനുള്ള ഒരു ധൈര്യം എങ്ങനെ കിട്ടി? അതെന്താ എനിക്ക് അറിഞ്ഞൂല്ല. പിന്നീട് ചോദിച്ചില്ല, ഞാൻ അങ്ങനെ പറയണ്ടായിരുന്നു എന്ന് ആലോചിച്ചു. അന്ന് റിയാലിറ്റി ഷോ കഴിഞ്ഞപ്പോഴും സാർ എന്നെ വിളിച്ച് ഷെയ്ക്കാൻ്റൊക്കെ തന്നിട്ടാണ് പോയത്. അപ്പം എന്തോ എൻ്റെ അടുത്ത് അങ്ങനെ ചോദിച്ചപ്പം അങ്ങനെ വന്നു. ഓക്കെ, സാർ മാത്രമല്ലല്ലോ കാണാം, വേറെ ആരെങ്കിലും ഒക്കെ എന്നെ വിളിക്കും എന്തെങ്കിലും പറയാൻ തോന്നി പറഞ്ഞു. പിന്നീട് ചിലപ്പോൾ ആലോചിച്ചപ്പോൾ ഈശ്വര അങ്ങനെയൊക്കെ പറയുമ്പോൾ അങ്ങനെ ഒരു മനുഷ്യനത് ഇഷ്ടപ്പെടുമോ എന്നൊക്കെ. പക്ഷെ സാർ ആ ഒരു രീതിയിലെടുത്തു. സാർ ആഹാ അങ്ങനെയാണോ പറയുന്നതെന്ന് ചോദിച്ചാൽ തീർന്നു. പക്ഷെ സാർ എണീറ്റിൽ നിന്ന് സല്യൂട്ട് ചെയ്തു. അന്ന് അങ്ങനെ ആ ഒരു പ്രോഗ്രാമിൽ ഒറ്റ എപ്പിസോഡിൽ കൂടി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിൽ ഡേഞ്ചർ സോണിൽ ഞാൻ വന്നപ്പോഴത്തേക്ക് ഫസ്റ്റ് ഡേഞ്ചർ സോണിൽ ഞാനുണ്ടായിരുന്നു, വോട്ടിംഗ് ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ വോട്ട് എനിക്കാണ് കിട്ടിയത്. അപ്പോഴും സാർ പറയും ഓക്കെ നിന്റെ നാവിൻ്റെ ബലം കൊണ്ടാണ് ഏറ്റവും നിനക്ക് കിട്ടുന്നതെന്ന് അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാട്ടൊക്കെ എത്രത്തോളം ഇഷ്ടമാണ്? പാട്ട് കേൾക്കാൻ ഒത്തിരി ഇഷ്ടമാണ്. പക്ഷെ കുറച്ച് പാടുന്ന എന്നോട് ആരോ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പാടത്തില്ല, സത്യമായിട്ടില്ല. ഇപ്പൊ ഒട്ടും വയ്യാണ്ടിരിക്കുന്നു. കൈയും പാട്ടും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, ഫുള്ളായിട്ട് റിലേറ്റഡ് ആണ്. പാട്ട് കേൾക്കാൻ ഒത്തിരി ഇഷ്ടമാണ്. ഇപ്പം തന്നെയൊക്കെ ഇരിക്കുവാണെങ്കിലും വീട്ടിൽ എപ്പോഴും പാട്ടിടാനായിട്ട് ഇഷ്ടമാണ്. 2 വരി ഒരു ബാത്റൂം സിംഗർ പോലും അല്ലേ? എന്റെ ദൈവമേ, അങ്ങനല്ല, ചെറുതായിട്ടൊക്കെ. ലാൽ ജോസ് സാറിനോട് ഇത്രയും പറഞ്ഞ ഒരാൾക്ക് പാടാനുള്ള ഗട്സൊക്കെ വേണം കേട്ടോ. അല്ല, അത് മറ്റേ ചുമ്മാ നാമം കൊണ്ട് നമുക്ക് പറഞ്ഞാൽ മതി. പാട്ടെന്നൊക്കെ പറയുന്നത് ഒരു കഴിവല്ലേ. പാടി മറന്ന ശീലിച്ച 2 വരി നമുക്ക് പാടാം. അയ്യോ, അങ്ങനെ ചോദിച്ചാൽ